Good morning students, welcome to the video. നമ്മൾ ഇന്ന് പഠിക്കുന്നത് RC phase shift oscillator ആണ്. എക്സാമിന് RC phase shift oscillator വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററോ ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ RC phase shift oscillator ഒരു ലോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. ലോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. ലോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. ഇതിന് രണ്ട് പാർട്ട് ഉണ്ട്. ഒന്നാമത്തെ പാർട്ട് ആംപ്ലിഫയർ പാർട്ടാണ്. ആംപ്ലിഫയർ പാർട്ടാണ്. രണ്ടാമത്തത് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ആണ്. ഇപ്പോൾ ഇതിന്റെ ഫിഗർ വരയ്ക്കാനായിട്ട് നിങ്ങൾ സാധാരണ ആംപ്ലിഫയർ വരയ്ക്കുന്ന പോലെ R1, R2, RC, RA ബൈപാസ് കപ്പാസിറ്റർ വരയ്ക്കുക. ഇനി ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിനകത്ത് 3 കപ്പാസിറ്റർ ഉണ്ട്, 3 റെസിസ്റ്റർ ഉണ്ട്. ആദ്യത്തെ കപ്പാസിറ്റർ വരയ്ക്കുക, അവിടെ നിന്ന് റെസിസ്റ്റർ ഗ്രൗണ്ട് ചെയ്യുന്നു. രണ്ടാമത്തെ കപ്പാസിറ്ററായ C2 വരയ്ക്കുക, അവിടെ നിന്ന് റെസിസ്റ്റർ R2 ഗ്രൗണ്ട് ചെയ്യുന്നു. മൂന്നാമത്തെ കപ്പാസിറ്റർ C3 വരയ്ക്കുക, അവിടെ നിന്ന് R3 എന്ന റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു. അത് ഗ്രൗണ്ട് ചെയ്യരുത്, പകരം അത് ബേസിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ. സാധാരണ ആംപ്ലിഫയർ വരച്ചിട്ട് ഫീഡ്ബാക്ക് പാർട്ട് വരയ്ക്കുക. ഫീഡ്ബാക്ക് പാർട്ടിൽ 3 കപ്പാസിറ്റർ ഉണ്ട്, 3 റെസിസ്റ്റർ ഉണ്ട്. ലാസ്റ്റ് റെസിസ്റ്റർ ബേസിലേക്ക് കണക്ട് ചെയ്യണം. ഇങ്ങനെയാണ് ഇതിന്റെ ഫിഗർ. ഔട്ട്പുട്ട് എടുക്കുന്നത് കളക്ടറിൽ നിന്നാണ്. അത് സൈൻ വേവ് ആണ്. ഈ സൈൻ വേവ് വരയ്ക്കണം. ഇനി ഓസിലേറ്ററിന് 2 പാർട്ട് ഉണ്ട്. ഒന്നാമത്തത് ആംപ്ലിഫയർ, രണ്ടാമത്തത് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ആംപ്ലിഫയർ പാർട്ട് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കൊടുക്കും, 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കൊടുക്കും. ബാക്കി 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഫീഡ്ബാക്ക് പാർട്ടും കൊടുക്കും. ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ 3 RC സെക്ഷൻ ഉണ്ട്. ഇത് ഒന്നാമത്തെ RC സെക്ഷൻ, ഇത് രണ്ടാമത്തെ RC സെക്ഷൻ, ഇത് മൂന്നാമത്തെ RC സെക്ഷൻ. അങ്ങനെ ഓരോ RC സെക്ഷനും 60 ഡിഗ്രി വീതം ഫേസ് ഡിഫറൻസ് കൊടുക്കും. അങ്ങനെ 3 RC സെക്ഷൻ കൂടെ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കൊടുക്കും. ഇനി ഇതിന്റെ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ F is equal to 1/2 pi RC √6 എന്നാണ് ഇതിന്റെ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ. F is equal to 1/2 pi RC √6. ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ പവർ സപ്ലൈയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് മൂലം ചെറിയ ചെറിയ ഓസിലേഷൻ വരും. അതിനെ ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്യും. ആംപ്ലിഫയർ സിഗ്നല് കളക്ടർ വരും. ഈ ആംപ്ലിഫയറിനോടൊപ്പം 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കൊടുക്കും. ബാക്കി 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് RC സെക്ഷൻ കൊടുക്കും. അങ്ങനെ മൊത്തം 360 ഡിഗ്രി ഫേസ് ഡിഫറൻസ്. അപ്പോൾ ഇത്രയുമാണ് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിനകത്ത് ഉള്ളത്. ഇതിനകത്ത് ഒരു പ്രോബ്ലം കൂടെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ചോദിച്ചിരിക്കുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a phase shift oscillator has capacitor value 5 VF, frequency 800 Hz. ഈ 800 Hz ഫ്രീക്വൻസി തരാൻ വേണ്ടിയുള്ള റെസിസ്റ്ററിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. കപ്പാസിറ്റർ വാല്യൂ തന്നിട്ടുണ്ട് 5 മൈക്രോ ഫാരഡ്, ഫ്രീക്വൻസി 800 ഹെർട്സ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് R ന്റെ വാല്യൂ ആണ്. അപ്പോൾ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ F is equal to 1/2 pi RC √6. F അറിയാം 800 ഹെർട്സ്, 1/2 pi. R ന്റെ വാല്യൂ അറിഞ്ഞൂടാ. C യുടെ വാല്യൂ 5 മൈക്രോ ഫാരഡ് ആണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻⁶ ആണ് into √6.
ഇനി R കണ്ടുപിടിക്കണം. R കണ്ടുപിടിക്കാൻ വേണ്ടി R ഇങ്ങോട്ട് പോകും, 800 അവിടെ വരും. 1/2π into 800 into 5 into 10⁻⁻6 into √6. ഇങ്ങനെയാണ് R ന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഇനി RC ഫിക്സ്ഡ് ഓസിലേറ്ററിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കിട്ടുന്നത് പ്യുവർ സൈൻ വേവ് ആണ്. പ്യുവർ സൈൻ വേവ് ആണ്. ലോ കോസ്റ്റ് സർക്യൂട്ട് ആണ്. അതിന്റെ കോസ്റ്റ് കുറവാണ്. സർക്യൂട്ട് സിമ്പിൾ ആണ്.